ഉന്നാവോ കേസിൽ പ്രതിക്ക് ജാമ്യം ലഭിച്ചത് നിരാശാജനകവും ലജ്ജാകരവുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതിജീവിത സുരക്ഷയും നീതിയുമാണ് അർഹിക്കുന്നത്. ഇത് എന്തുതരം നീതിയാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ പ്രതികരിച്ചു. കേസിൽ ബിജെപി നേതാവ് കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചിരുന്നു. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, എന്നിപ്പോൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു ഈ വിധിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം? അമൃത, കഴിഞ്ഞ ദിവസമാണ് ഉന്നാവോ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് പ്രതി കുൽദീപ് സിംഗ് സെൻഗാറിന്റെ ശിക്ഷ ഡൽഹി ഹൈക്കോടതി മരവിപ്പിച്ചത്. ഇതിന് പിന്നാലെ അതിജീവിതയും അതുപോലെ തന്നെ അതിജീവിതയുടെ കുടുംബവും ഇന്ത്യ ഗേറ്റിന് സമീപം പ്രതിഷേധിക്കുകയും പോലീസ് അടക്കം ഇവരെ കസ്റ്റഡിയെടുത്ത് നീക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് വലിയ വിമർശനം ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. എന്തായാലും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്നാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണം കൂടി ഇപ്പോൾ ഈ നിമിഷത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും പ്രതിക്ക് ജാമ്യം ലഭിച്ചത് നിരാശാജനകവും ലജ്ജാകരവും എന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. അതിജീവിക്കുന്നവരെ ഇപ്പോൾ ഇവിടെ കുറ്റവാളികളെ പോലെയാണ് പരിഗണിക്കുന്നത്. അവർക്ക് നീതി ലഭിക്കുന്നില്ല എന്ന വിമർശനം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇത് ഏത് തരം നീതി എന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉയർത്തുന്ന ചോദ്യം. 2017 ഉന്നാവോ ബലാത്സംഗ കേസ് നടക്കുന്നത്. ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി BJP നേതാവ് പീഡിപ്പിക്കുകയായിരുന്നു. പിന്നീട് 2019 വിചാരണ കോടതി ഇത്തരത്തിൽ BJP നേതാവിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും പിന്നീട് ശിക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ മരവിപ്പിക്കുകയും ചെയ്തത്. പിന്നാലെ ആ പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും വലിയ വിമർശനം തുടരുകയാണ്. എന്തായാലും സുപ്രീം കോടതിയെ ഉടൻ തന്നെ ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെതിരെ സമീപിക്കുവാനാണ് ഇപ്പോൾ അതിജീവിതയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അമൃത.